DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചും ക്ഷേമ പെൻഷൻ വർധനയെക്കുറിച്ചുമെല്ലാം മുഖ്യമന്ത്രി VD സതീശൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന അറിയിപ്പുകളും പുതിയ നടപടിക്രമങ്ങളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെപ്പറ്റി ആദ്യമായാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങളിന്ന് വ്യക്തമാക്കിയത്. നിലവിൽ ഏപ്രിൽ, മെയ് എന്നീ 2 മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയാണ്. ആകെ 2 തവണ മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തത്. 2026 ഫെബ്രുവരി മാസത്തിൽ ഏകദേശം 10 ലക്ഷം പേർക്കും മാർച്ച് മാസത്തിൽ 16 ലക്ഷം പേർക്കുമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാർ ഒക്ടോബർ 29-ാം തീയതി പ്രഖ്യാപിച്ച BPL വിഭാഗത്തിൽപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാർക്ക് വേണ്ടി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി അനുസരിച്ചുള്ള തുക വിതരണം ആരംഭിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി ഫെബ്രുവരി മാസം മുതലാണ്. മുൻ സർക്കാർ ഈ പദ്ധതികൾക്കായി 3700 കോടി രൂപയ്ക്കടുത്ത് വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊരു താൽക്കാലിക ബജറ്റായിരുന്നു. കാരണം സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതോടെ പുതുതായി ഈ വർഷത്തെ ബജറ്റ് ഏപ്രിൽ, മെയ് മാസങ്ങളിൽ അധികാരമേൽക്കുന്ന സർക്കാർ അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ ബജറ്റിലും ഫണ്ട് ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആനുകൂല്യം തുടരാൻ കഴിയുകയുള്ളൂ. ഈ ജൂൺ 19-ന് പുതിയ UDF സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റാണ് സംസ്ഥാനത്തിന് പ്രാബല്യത്തിൽ വരിക. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പുതിയ സർക്കാർ നിർത്തലാക്കിയോ എന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതിനു മുൻപ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അവസാനിപ്പിച്ചു എന്ന രീതിയിൽ വ്യാപകമായ തെറ്റായ പ്രചരണം നടക്കുന്നുണ്ടെന്നാണ്. കുടിശ്ശിക വിതരണം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല 10 വർഷ ഭരണകാലയളവിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ തോറ്റുകഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ടുമുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് സർക്കാരിന് പരിശോധിക്കാനുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളെപ്പറ്റി വളരെയധികം പരാതികൾ വന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇലക്ഷന് മുൻപായി ആനുകൂല്യം നൽകിയതിനെക്കുറിച്ചും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇന്നത്തോടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സ്ത്രീ സുരക്ഷാ പെൻഷനെ പറ്റിയുള്ള ആദ്യത്തെ അഭിപ്രായ പ്രകടനം എത്തിയിരിക്കുകയാണ്. അതനുസരിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിലവിലെ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തിയോ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ മാറ്റങ്ങൾ വരുത്തിയോ ആകും പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുക. ചിലപ്പോൾ പദ്ധതി നിർത്തുവാനുള്ള സാധ്യതയുമുണ്ട്. പത്രസമ്മേളനത്തിൽ മുൻ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വർധന രീതിയായി മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ 2500 രൂപയാകുമെന്ന് പറഞ്ഞ സർക്കാർ 4.25 കൊല്ലവും 1 രൂപ പോലും കൂട്ടിയില്ല. ഒടുവിൽ ഇലക്ഷന് തൊട്ടുമുൻപാണ് 400 രൂപ കൂട്ടിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരത്തിലൊരു സമീപനമല്ല പുതിയ സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ ജൂൺ 19-ലെ ബജറ്റിൽ ചെറിയൊരു ക്ഷേമ പെൻഷൻ വർധനയ്ക്ക് സാധ്യതയുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയാകുമെന്നാണ് UDF സർക്കാരിൻ്റെ വാഗ്ദാനം. ഘട്ടം ഘട്ടമായാണ് വർധന നടപ്പാക്കുന്നതെങ്കിൽ 200 രൂപയുടെയൊക്കെ വർധന ഈ ബജറ്റിൽ ഉണ്ടായേക്കും. അതല്ല ഒറ്റയടിക്ക് 3000 രൂപ ആക്കുന്നതിനുള്ള സാധ്യത കുറവാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ കാര്യത്തിലും ക്ഷേമ പെൻഷൻ തുകയുടെ വർധനയുടെ കാര്യത്തിലും ജൂൺ 19-ലെ ബജറ്റ് അവതരണം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. എല്ലാവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.